പഞ്ചായത്ത് അനുമതി ഉള്ളതാണ്. അതുപോലെ തന്നെ 20ഓളം അതിഥി തൊഴിലാളികളുണ്ട്. ഈ പ്ലാൻ ഓപ്പൺ ആയിട്ട് 5 മാസത്തോളം ആയിട്ടുള്ളൂ. നിയമമൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിച്ച് തന്നെയുള്ള ഒരു പ്ലാന്റ് തന്നെയായിരുന്നു. ആളുകളുടെ ഭാഗത്തുനിന്ന് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ പ്രത്യേകിച്ച് കോഴിയുടെ വേസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പ്ലാന്റ് തുടങ്ങിയ സമയത്തൊക്കെ? തുടങ്ങിയ ആ സമയത്തില്ലായിരുന്നു. ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ അതിന്റെ വാസന, അത് മറ്റേ വേസ്റ്റ് വെള്ളം പോകുന്ന അതിന്റെ വാസന വന്നപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചു. മെമ്പർ എന്നുള്ള ആൾക്ക് തന്നെ അറിയിച്ചു. അതുപോലെ അത് ഞാൻ ഇതിന്റെ ഉടമസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ 15-10 ദിവസം സമയം ചോദിച്ചു. എന്നിട്ടാണ് ഇപ്പോ ഈ വീണ് എന്ന് പറഞ്ഞ ആ പ്ലാന്റിലുള്ളത് പൊല്യൂഷൻ കൺട്രോളിന്റെ അനുമതിയോട് കൂടിയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഫുള്ളായിട്ട് അടച്ചിട്ടുള്ളൊരു ഇതാക്കി മാറ്റിയത്. ഇപ്പോൾ ഈ അപകടം നടന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞിരുന്നത്? ഇന്ന് പഞ്ചായത്ത് ബോർഡ് നടക്കുന്ന സമയത്ത് ആംബുലൻസ് പോകണ കണ്ടപ്പോഴാണ്, അന്വേഷിച്ചപ്പോഴാണ് ഇന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ബോർഡ് നിർത്തിവെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും അടക്കം അങ്ങോട്ട് പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഒരു 10:30 മണിയോട് കൂടിയാണ് ഇവര് ആ പ്ലാനിലേക്ക് പോയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യണമെന്നും അതിൻ്റെതായിട്ടുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അവരാണ് ആദ്യം പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നീട് 2 ആൾ ഇവരെ കാണാനായിട്ട് തെരഞ്ഞു പോയി എന്നുള്ളതാണ് അവിടെ എത്തിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിയമപരമായിട്ട് തന്നെ നടക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഓണർ എന്താണ് ഇപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം? അപകടം ഈ വേസ്റ്റ് വെള്ളം ക്ലീൻ ചെയ്യുന്ന, ഫിൽട്ടർ ചെയ്യുന്ന പ്ലാന്റിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അവിടേക്ക് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അതിന്റെ വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് അതിലെ ആൾ പോയി നോക്കണം എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ പോയിട്ടുള്ളതാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പോയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം? വർഷങ്ങളോളായിട്ടില്ല, ഇത് ഈ പ്ലാന്റ് തുടങ്ങിയിട്ട് തന്നെ 5 മാസം 6 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പൊ ഇവരെ സ്കിൽഡ് വർക്കേഴ്സ് ആണോ? ഇതിനു വേണ്ടി ഉള്ള ആളുകളായിരുന്നോ? അതോ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഇവർ വരുന്നത്. ഇവർ വന്ന് ഇവിടെ ജോലിക്കാരായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് ജോലി എടുക്കുന്ന സ്ഥലമായിരുന്നു ഇത്? ഇവർ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ടോ അറിയാം. ഇവിടെ ഈ പ്ലാന്റ് ആദ്യമായിട്ട് വരികയാണ്. ഈ ജോലിക്കാരും ഇവിടെ ആദ്യമായിട്ടുള്ളതാണ്. ഇപ്പൊ നാട്ടുകാർക്ക് പ്രധാനമായിട്ടും ഈ സ്മെല്ല് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഒരു പ്രധാന പരാതി ഉണ്ടായിരുന്നത് അല്ലേ? അതെ. അത് പരിഹരിക്കാൻ നാട്ടുകാരും ബന്ധപ്പെട്ടു. ഇതിന്റെ ഉടമകളായിട്ട് ബന്ധപ്പെട്ട അവരോടും പറഞ്ഞിട്ടുള്ളത് പരിഹരിച്ച് തരാം, ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ പരിഹരിച്ച് തരാന്ന അടിസ്ഥാനത്തിലാണ്. ആ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്ലാന്റ് മൊത്തത്തില് എയർ പുറത്തു പോകാത്തൊരു കോലത്തിലാക്കി ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ നിലവിൽ എങ്ങനെയാണ് ഇവരുടെ, അതായത് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ, അതിനെ സംബന്ധിച്ചൊൊക്കെ പഞ്ചായത്തിന്റെ ഒരു ഇടപെടലുണ്ടോ? എങ്ങനെയാണ് അത്? പോലീസ് വന്നിട്ട് ഇൻക്വസ്റ്റ് എല്ലാം നടന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് ശ്വാസം കിട്ടാതെയാണ് എന്താണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാകുക. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.